അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ ആശമുറിയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം നമുക്ക് നൽകി, അല്ലാഹു തആല എത്രമാത്രം നമുക്ക് ഭക്ഷണം നൽകി, വായു നൽകി, ആരോഗ്യം നൽകി, സമയത്തിൽ ബർക്കത്ത് നൽകി. ഇതൊക്കെ നമ്മൾ കണക്കൂട്ടുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എത്രത്തോളം നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുകയാണ്, ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് കുട്ടി നഷ്ടപ്പെട്ട ഒരു പെണ്ണ് കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയും കുട്ടിയെ ലഭ്യമാവുകയും ചെയ്തപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരി ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആ സഹോദരി ചെയ്യുന്നത് കുട്ടിയെ മാറോടണിച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കുകയാണ്. മുലപ്പാല് കൊടുക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിച്ചു, അല്ലയോ സ്വഹാബാ, ആ സഹോദരിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ വാങ്ങുകയും എന്നിട്ട് തീയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യാൻ അവൾ സമ്മതിക്കുമോ? അപ്പോഴാണ് സ്വഹാബാക്കൾ പറയുന്നത്, ഇല്ല നബിയേ, ഇല്ല നബിയേ, അങ്ങനെ ഒരിക്കലും ആ സഹോദരി അതിന് തയ്യാറാവുകയില്ല. സ്വഹാബാക്കളുടെ മനസ്സിൽ അതിന്റെ എല്ലാ മേഖലയിലും പതിഞ്ഞു എന്ന് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നാൽ ഈ പെണ്ണിന് എത്രമാത്രം അവളുടെ കുട്ടിയോട് സ്നേഹമുണ്ടോ അതിനേക്കാളും വലിയ സ്നേഹവും കാരുണ്യവും അള്ളാഹുവിന്റെ അടിമകളോട് ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് എന്നോട് കാരുണ്യമില്ല, എന്നോട് സ്നേഹമില്ല എന്ന് നമ്മൾ പറയരുതേ മുഅ്മിനേ, പറയരുതേ.